ഏതാണ്ട് 5 മാസം മുമ്പ് ഗുരുതരമായ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് യുവ കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ രാജി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് സസ്പെൻഷൻ നടപടിയും അദ്ദേഹത്തിനെതിരെ വന്നു. തുടർന്ന് UDFന്റെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുവാനുള്ള തീരുമാനമാണ് UDFും കോൺഗ്രസ് പാർട്ടിയും ഐക്യകണ്ഠേന കൈക്കൊണ്ടത്. എന്തായാലും വിവാദങ്ങളൊക്കെ ആറിത്തണുത്ത ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം തിരികെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുകയും അവിടെ MLA എന്ന നിലയിൽ പൊതുപരിപാടികളിലും സ്വകാര്യ പരിപാടികളിലും സജീവമാകുകയും ചെയ്തു. രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയപ്പോഴേക്കും കോൺഗ്രസ് അനുയായികൾ അദ്ദേഹത്തിനൊപ്പം ചേരുകയും ഔപചാരികമായി പാർട്ടിയുടെ ഭാഗമല്ലാതിരുന്നിട്ടും രാഹുലിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തു വന്നതോടെ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ തദ്ദേശ സ്ഥാപനങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സജീവ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. പാർട്ടി ഔദ്യോഗികമായി പുറത്താക്കിയിട്ടും രാഹുലിന്റെ സാന്നിധ്യം വിവിധ വാർഡുകളിലെ തദ്ദേശ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ജനഹിതം മനസ്സിലാക്കി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹം മനസ്സിലാക്കി അത് നിറവേറ്റാൻ എന്ന വേണം രാഹുൽ പ്രചരണ രംഗത്ത് സജീവമാകുകയും ചെയ്തു. ഈ സമയത്താണ് വീണ്ടും അദ്ദേഹത്തിനെതിരെ വിസ്ഫോടനകരമായ ശബ്ദരേഖകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും ന്യൂസ് മലയാളം 24x7 എന്ന വാർത്താ ചാനൽ പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ തന്നെ ഇരയായ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി നൽകിയതോടെ രാഹുൽ ബലാത്സംഗ കേസിൽ പ്രതിയാകുകയും ചെയ്തു. പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIRൽ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ എടുക്കൽ, ശാരീരിക ഉപദ്രവമേൽപ്പിക്കൽ, അതുപോലെ തന്നെ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് വിധേയനാക്കൽ മുതലായ നിരവധി കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ആരോപിക്കപ്പെടുന്നത്. ഏതൊക്കെയാണെങ്കിലും പെൺകുട്ടി പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടം 5 ദിവസമായി ഒളിവിൽ കഴിയുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള കരുനീക്കങ്ങൾ കേരള പോലീസും ശക്തമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി കേരളത്തിനകത്തും പുറത്തും കേരള പോലീസ് വ്യാപകമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. രാഹുൽ രാജ്യം വിടാതിരിക്കാൻ അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും കടുത്ത നടപടികൾ വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും ഉന്നയിക്കുന്നത്. കാരണം ഇപ്പോൾ വന്നിട്ടുള്ള കേസിന് പുറമെ അയാൾക്കെതിരെ ഗുരുതരമായ നിരവധി സമാനമായിട്ടുള്ള പരാതികൾ നേതൃത്വത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതിലൊരു പരാതി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മുൻ MP മകളുടേതാണെന്നും കോൺഗ്രസിന്റെ അണിയറകളിൽ സംസാരമുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം സസ്പെൻഷനിലായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമായ ചരടുവലികൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാർക്ക് പാർട്ടിക്കുള്ളിലും തെരഞ്ഞെടുപ്പ് രംഗത്തും വലിയ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെയും തെളിവുകളും ഓരോ ദിവസവും പുറത്തു വരികയാണ്. നമുക്കറിയാമല്ലോ, രാഹുലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ നിരവധി നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തിലേക്കും പാർട്ടി പുനഃസംഘടനയിലേക്കും സജീവമായി പരിഗണിക്കപ്പെടുകയും സ്ഥാനാർത്ഥിത്വം അവരിൽ പലർക്കും ലഭിക്കുകയും ചെയ്തു. KPCC സെക്രട്ടറിമാരുടെ ലിസ്റ്റ് പുറത്തു വരുമ്പോഴും രാഹുലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ ആ പട്ടികയിൽ ഇടം നേടുമെന്നും കോൺഗ്രസിന്റെ അണിയറ വൃത്തങ്ങളിലെ സംസാരങ്ങൾ സജീവമായി സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും രാഹുലിനെതിരെ വിവാദമുയർന്ന ഘട്ടത്തിൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് പോലും അദ്ദേഹത്തിന്റെ ഇടത്തും വലതുമായി നിലയുറപ്പിച്ച് പൊതുവേദികളിൽ പോലും രാഹുലിനൊപ്പം നിലകൊണ്ടിട്ടുള്ള, രാഹുലിനെ ന്യായീകരിച്ചിട്ടുള്ള, രാഹുലിന്റെ സൈബർ പട്ടാളത്തെ നയിക്കുന്ന 2 നാട്ടുകാരായ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് ഫെനി നയനാനും റെനോ പി രാജൻ. ഫെനി നയനാൻ നിലവിൽ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഫെനി നയനാന് KSU സംസ്ഥാന കൺവീനർ എന്ന നിലയിൽ നിന്ന് സംഘടനയ്ക്കുള്ളിൽ പ്രൊമോഷൻ ലഭിക്കുകയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിതനാകുകയും ചെയ്തു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തെ തേടി അന്വേഷണ സംഘം ഫെനി നയനാന്റെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തത് വലിയ വാർത്തയായി. രാഹുലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഫെനി നയനാൻ അടൂർ നഗരസഭയിലെ 8ാം വാർഡിൽ നിന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ അല്ലെങ്കിൽ കൈ അടയാളത്തിൽ ജനവിധി തേടുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ പാർട്ടിക്ക് പുറത്തു നിൽക്കുമ്പോഴും സ്വന്തം വിശ്വസ്തനായ, സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അനുയായിക്ക് ടിക്കറ്റ് നേടിക്കൊടുക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വാധീനം സഹായകരമായി എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെയാണ് റെനോ പി രാജന്റെയും സ്ഥിതി. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് റെനോ പി രാജൻ. പത്തനംതിട്ട ജില്ലയിലെ ഏറത്ത് പഞ്ചായത്തിൽ നിന്ന് രാഹുലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ റെനോ പി രാജൻ 6ാം വാർഡിൽ നിന്ന് UDFന്റെയും കോൺഗ്രസിന്റെയും ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ OJ ജനീഷ് നേരിട്ടാണ്.
ഏതൊക്കെയാണെങ്കിലും തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെയുള്ള 2 നേതാക്കൾക്ക് നിർണായകമായ സീറ്റുകളിൽ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൻ്റെതായി നേടിക്കൊടുക്കുവാൻ രാഹുലിന് സാധിച്ചു എന്നുള്ളത്, സസ്പെൻഷനിലിരിക്കുമ്പോഴും സാധിച്ചു എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ അയാൾക്ക് ഇപ്പോഴും എത്രമാത്രം സ്വാധീനമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ്. നമുക്കറിയാം, വിവാദങ്ങൾ ഉയർന്ന് ഏറെക്കാലം മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുഖം കൊടുക്കാതെ പത്തനംതിട്ട അടൂരിലുള്ള തൻ്റെ വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹം ആദ്യമായി പുറത്തിറക്കുന്നത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ്. വളരെ നാടകീയമായിട്ടാണ് രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിന്റെ 2ാം ദിവസം കേരള നിയമസഭയിലേക്ക് എത്തിച്ചേർന്നത്. തിരുവനന്തപുരത്ത് രഹസ്യമായി എത്തിയ രാഹുൽ മാങ്കൂട്ടം ഔദ്യോഗിക വാഹനം ഒഴിവാക്കി തന്റെ ആത്മമിത്രവും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ നേമം ഷജീറിന്റെ വാഹനത്തിലാണ് നിയമസഭാ ഹാളിലേക്ക് എത്തിയത്. നിയമസഭാ കോമ്പൗണ്ടിലേക്ക് നേമം ഷജീറിന്റെ വാഹനത്തിലെത്തിയ രാഹുലിനെ നേമം ഷജീർ നിയമസഭാ ഹാളിന്റെ വാതുക്കൽ വരെ അകമ്പടി സേവിക്കുകയും ചെയ്തു. നേമം ഷജീർ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. ആ ഘട്ടത്തിൽ നേമം ഷജീറിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നെങ്കിലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അത്തരത്തിൽ രാഹുലിനെ നിയമസഭയിൽ എത്തിച്ചതിന്റെ പേരിൽ ഷജീറിനെതിരെ നടപടി വേണ്ട എന്ന നിലപാടുകാരനായി. നിർണായകമായ പോരാട്ടം കോൺഗ്രസ് നടത്തുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നേമം ഷജീർ മത്സര രംഗത്തുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ രാഹുൽ മാങ്കൂട്ടം പിന്താങ്ങിയെങ്കിലും കെ മുരളീധരനും അത് അംഗീകരിക്കുകയായിരുന്നു. ചില ജാതി മത സമുദായ സമവാക്യങ്ങൾ നേമം ഷജീറിന്റെ വിജയത്തിന് ഉതകുന്നതാണ് എന്ന കണക്കുകൂട്ടലിലാണ് മുരളീധരൻ ഈ നിർദ്ദേശത്തോട് യോജിച്ചത്. എന്നിരുന്നാലും നേമം ഷജീർ ഇപ്പോൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് കോൺഗ്രസിന്റെ കോട്ടയിലൊന്നുമല്ല. കഴിഞ്ഞ 2 വട്ടങ്ങളിലും, അതായത് 2020-ലും 2015-ലും UDF-ന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു വാർഡിലാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നേമം ഷജീറിന് ടിക്കറ്റ് ഒപ്പിച്ചു കൊടുക്കുവാൻ രാഹുലിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ള സ്വാധീനത്തിന്റെ മറ്റൊരു തെളിവായി മാറുകയാണ്. ഇത്തരത്തിൽ രാഹുലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി ടിക്കറ്റ് നേടിയെടുത്ത മറ്റൊരു നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ ജിംഷാദ് ജിബ്നാസാണ്. രാഹുലിന്റെ ഏറാമൂളി അല്ലെങ്കിൽ പെട്ടിച്ചുമപ്പുകാരൻ എന്ന നിലയിലാണ് ജിംഷാദ് ജിബ്നാസ് എല്ലാ ഘട്ടത്തിലും അറിയപ്പെട്ടിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന അധ്യക്ഷനായപ്പോഴാണ് കേവലം സംഘടനയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റായിരുന്ന ജിംഷാദ് ജിബ്നാസിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഉയർത്തിയത്. എ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിൽ രാഹുലിന്റെ സ്വന്തം സ്പോൺസർഷിപ്പിലാണ് ജിംഷാദ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വിജയിച്ചതും. അങ്ങനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരിക്കെയാണ് KSUവിന്റെ മുൻ പ്രസിഡന്റായ KM അഭിജിത്തിനെ പോലും വെട്ടിക്കൊണ്ട് ജിംഷാദ് ജിന്നാസിനെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി നിയമിക്കുവാനും രാഹുലിന് സാധിച്ചത്. ജിംഷാദിന്റെ നിയമനത്തിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദമുയർന്നു വരുന്നതും അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായത്. എറണാകുളം ജില്ലയിലെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കടുങ്ങല്ലൂർ ഡിവിഷനിൽ നിന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവസരം ജിംഷാദ് ജിബ്നാസിന് ലഭിച്ചതിന് പിന്നിലും രാഹുലിന്റെ ശക്തമായ സമ്മർദ്ദമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്രത്തോളം രാഹുലിന് പ്രിയപ്പെട്ടവനായ ജിംഷാദ് ജിബ്നാസ് മറ്റ് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നിട്ടും ആ സീറ്റിൽ രാഹുലിന്റെ പിൻബലത്തിൽ ടിക്കറ്റ് നേടിയെടുക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരം ലഭിച്ചില്ല എങ്കിൽ കൂടിയും കോട്ടയം ജില്ലയിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനായ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് KSUവിന്റെ മുൻ ജില്ലാധ്യക്ഷനും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ കോട്ടയം DCCയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ജോബിൻ ജേക്കബ് എല്ലാ കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള നേതാവാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സീറ്റ് ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ അവസരം ലഭിക്കാതെ പോയത്. സ്വന്തം പഞ്ചായത്തായ അയ്മനത്ത് മുൻപ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 3ാം സ്ഥാനത്തെത്തിയ പാരമ്പര്യമുള്ളതിനാലാണ് ജോബിൻ ജേക്കബ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റിനായി ശ്രമിക്കാത്തത്. ഇതിനു പകരമായി രാഹുലിന്റെ പിന്തുണയോടുകൂടി ജോബിൻ ജേക്കബ് ലക്ഷ്യമിടുന്നത് KPCCയുടെ ഭാരവാഹിത്വമാണ്. വരാനിരിക്കുന്ന KPCC ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ ജോബിൻ ജേക്കബും രാഹുലിന്റെ സമ്മർദ്ദഫലമായി ഇടം നേടുമെന്ന് കോൺഗ്രസ് അണിയറ വൃത്തങ്ങളിൽ സംസാരം സജീവമാണ്. ഇത്തരത്തിൽ രാഹുലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ യുവ നേതാക്കൾ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാഹുലിന്റെ സൈബർ പട്ടാളത്തിന്റെ തലവന്മാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടി പുനഃസംഘടനയിലും വലിയ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളത് സീനിയർ നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും ഇക്കാര്യത്തിൽ ചെറുതല്ലാത്ത അത്ഭുതമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇവരാരും തന്നെ അർഹതയുടെ ആനുകൂല്യത്തിലല്ല, നേരെ മറിച്ച് ചില നേതാക്കളുടെ പെട്ടിപിടുത്തക്കാരായതുകൊണ്ട്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെട്ടിപിടുത്തക്കാരായതുകൊണ്ടും അയാളുടെ സൈബർ സൈന്യത്തെ നയിക്കുന്നത് കൊണ്ടുമാണ് ഇപ്പോൾ ഈ അവസരങ്ങളിലേക്കെല്ലാം നടന്നു കയറിയിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.